എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലദ്വാര സെക്സിന് മുൻപ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോയാലോ? നമസ്കാരം. പങ്കാളികൾക്കിടയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള എന്നാൽ കൃത്യമായ വിവരങ്ങളുടെ കുറവുകൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് മലദ്വാര ലൈംഗിക ബന്ധം അഥവാ അനാൽ സെക്സ്. ഇത് തെറ്റാണോ ശരിയാണോ എന്നതിനപ്പുറം നിങ്ങൾ ഇത് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുരക്ഷിതമായി എങ്ങനെ ചെയ്യാം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മുൻകരുതലുകൾ ഇല്ലാതെ ചെയ്യുന്ന ഇത്തരം ബന്ധങ്ങൾ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാം. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. സുരക്ഷിതമായ ശാരീരിക ബന്ധത്തിന് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം പരസ്പര സമ്മതം. മ്യൂച്വൽ കൺസെൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പരസ്പര സമ്മതമാണ്. പങ്കാളികളിൽ ഒരാൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിന് മുതിരരുത്. മലദ്വാരത്തിലെ പേശികൾ സ്വാഭാവികമായും ചുരുങ്ങിയിരിക്കുന്നവയാണ്. മാനസികമായി ഒരാൾ തയ്യാറല്ലെങ്കിൽ ആ പേശികൾ അയയില്ല. ഇത് കഠിനമായ വേദനയ്ക്കും മുറിവുകൾക്കും കാരണമാകും. അതുകൊണ്ട് ബന്ധപ്പെടുന്നതിന് മുൻപ് പങ്കാളിയോട് തുറന്ന് സംസാരിക്കുകയും രണ്ടുപേർക്കും ഇതിൽ പൂർണ്ണ സമ്മതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ്റെ ഉപയോഗമാണ്. സ്ത്രീ ജനനേന്ദ്രിയം പോലെ സ്വയം നനവ് ഉൽപ്പാദിപ്പിക്കാൻ മലദ്വാരത്തിന് കഴിവില്ല. അതുകൊണ്ട് തന്നെ ധാരാളമായി ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാതെ അനാൽ സെക്സ് സാധ്യമല്ല. ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ അവിടുത്തെ നേർത്ത ചർമ്മം കീറിപ്പോകാനും അമിതമായ രക്തസ്രാവമുണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക, തുപ്പലോ അല്ലെങ്കിൽ വീട്ടിലുള്ള വെളിച്ചെണ്ണയോ ഇതിനായി ഉപയോഗിക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകാം. വിപണിയിൽ ലഭ്യമായ നല്ല നിലവാരമുള്ള വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കൻറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് സുരക്ഷയും കോണ്ടവും ഉപയോഗവും. മൂന്നാമതായി, കോണ്ടത്തിൻ്റെ ഉപയോഗം HIV ഉൾപ്പെടെയുള്ള ലൈംഗിക രോഗങ്ങൾ പകരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് അനാൽ സെക്സ്. മലദ്വാരത്തിലെ ചർമ്മത്തിൽ പെട്ടെന്ന് ചെറിയ പോറലുകൾ വീഴാം എന്നതിനാലാണിത്. അതുകൊണ്ട് കോണ്ടം നിർബന്ധമായും ധരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, മലദ്വാരത്തിൽ ബന്ധപ്പെട്ടതിന് ശേഷം അതേ കോണ്ടം ഉപയോഗിച്ച് ഒരിക്കലും യോനിയിലോ വായയിലോ ബന്ധപ്പെടരുത്. മലദ്വാരത്തിലെ ബാക്ടീരിയകൾ യോനിയിലെത്തിയാൽ ഗുരുതരമായ ഇൻഫെക്ഷനുകൾക്ക് കാരണമാകും. അങ്ങനെയെങ്കിൽ കോണ്ടം മാറ്റിയതിനു ശേഷം മാത്രമേ അടുത്തതിലേക്ക് കടക്കാവൂ. നാലാമത്തെ കാര്യമാണ് ശുചിത്വം. ഇത് നിർബന്ധമാണ്. നാലാമത്തെ കാര്യം ശുചിത്വമാണ്. ബന്ധപ്പെടുന്നതിന് മുമ്പായി മലവിസർജനം നടത്തി പ്രദേശം നന്നായി കഴുകി വൃത്തിയാക്കുക. കൂടുതൽ വൃത്തിയാക്കാൻ വേണ്ടി എനിമ ചെയ്യാറുണ്ട്. എന്നാൽ അമിതമായി എനിമ ചെയ്യുന്നത് ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനാൽ ഡോക്ടർമാർ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലളിതമായി കഴുകി വൃത്തിയാക്കുന്നതും ബന്ധപ്പെടുന്നതിന് മുൻപ് കുറഞ്ഞത് 1 മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും വയർ ശൂന്യമായിരിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാര്യമാണ് സാവധാനം തുടങ്ങുക. ഗോ സ്ലോ. അഞ്ചാമത്തെ കാര്യം സാവധാനം മാത്രം ചെയ്യുക എന്നതാണ്. ഫോർപ്ലേയ്ക്ക് പ്രാധാന്യമുണ്ട്. വിരലുകൾ ഉപയോഗിച്ചോ മറ്റോ മലദ്വാരത്തിലെ പേശികളെ സാവധാനം റിലാക്സ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പെട്ടെന്നുള്ള പ്രവേശനം കഠിനമായ വേദനയ്ക്കും ആന്തരിക മുറിവുകൾക്കും കാരണമാകും. പങ്കാളിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിർത്തുക. ചുരുക്കത്തിൽ, പരസ്പര സമ്മതം, ശരിയായ ലൂബ്രിക്കേഷൻ, കോണ്ടത്തിൻ്റെ ഉപയോഗം, ശുചിത്വം, ക്ഷമ എന്നിവയാണ് മലദ്വാര സെക്സിന് ഏർപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആരോഗ്യകരവും സുരക്ഷിതവുമായ ലൈംഗിക ജീവിതമാണ് പ്രധാനം. ഈ അറിവ് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യസംബന്ധമായ അറിവുകൾക്കായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.